ശ്രീ പ്രഭാവർമ്മ മലയാളത്തെ സംബന്ധിച്ച്, മലയാള ഭാഷയെ സംബന്ധിച്ച് ഒക്കെ MT ബാക്കി വെക്കുന്ന കാര്യങ്ങൾ അങ്ങ് നേരത്തെ വിശദീകരിക്കുകയുണ്ടായി. MT സാഹിത്യ പത്രപ്രവർത്തനം തുടങ്ങുന്നത് 1957 മാതൃഭൂമിയുടെ സബ് എഡിറ്ററായി ചേരുമ്പോൾ. അതിനുശേഷം അദ്ദേഹം പത്രാധിപരാകുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം സാഹിത്യത്തിന് സംഭാവന ചെയ്തു എന്നുള്ളതുപോലെ തന്നെ സാഹിത്യത്തിന് ഒരു നവീന ഭാവുകത്വം ഉണ്ടാക്കുകയും ഒരുപാട് സാഹിത്യകാരന്മാരെ മലയാളത്തിന് പരിചയപ്പെടുത്തുകയും അവർക്കൊരു ഇടം നൽകുകയും ഒക്കെ ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ എങ്ങനെ വിലയിരുത്താം? സാഹിത്യ പത്രപ്രവർത്തന രംഗത്ത് MT ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന അദ്ദേഹം ഒരു പ്ലൂറാലിറ്റി, ഒരു ബഹുസ്വരത ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം സത്യത്തിൽ സാഹിത്യത്തിലെ ഒരു സവിശേഷമായ സ്കൂളിൻ്റെ പ്രതിനിധിയായിരുന്നു. ആ സ്കൂളിൻ്റെ പ്രതിനിധിയായിരിക്കെ തന്നെ വ്യത്യസ്തങ്ങളെന്ന് പറഞ്ഞാൽ പോരാ, പലപ്പോഴും വിരുദ്ധങ്ങളായിട്ടുള്ള സാഹിത്യ സംബന്ധിയായ ചിന്തകൾ പ്രസരിപ്പിക്കുന്ന സ്കൂളുകളെ, അതിൻ്റെ പ്രതിനിധികളെ ആദരിക്കുകയും അംഗീകരിക്കുകയും അവർക്ക് തൻ്റെ ആഴ്ചപ്പതിപ്പിൽ, താൻ പത്രാധിപരായിട്ടുള്ള ആഴ്ചപ്പതിപ്പിൽ ഇടമുണ്ടാകുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു മഹത്വം. അദ്ദേഹം പത്രാധിപരായിരുന്ന ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ശൈലി എഴുതിക്കൊണ്ടിരുന്ന, അദ്ദേഹത്തെ ഒരു വിധത്തിലും വിദൂരമായ ഒരു ഛായയിൽ പോലും അനുകരിക്കാതിരുന്ന എഴുത്തുകാരെ ഒക്കെ തന്നെ വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ബഹുസ്വരതയുടേതായ അന്തരീക്ഷം നമ്മുടെ സാഹിത്യത്തിന് സംഭാവന ചെയ്യുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. അതേപോലെ മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ ഒരു വലിയ പ്രതിജ്ഞയാണ്. മലയാള ഭാഷ മുൻനിർത്തി മുഴുവൻ മലയാളികൾക്കും എല്ലാ ഘട്ടത്തിലും ഏതാണ്ടൊരു മാനിഫെസ്റ്റോ എന്ന പോലെ ഏത് സ്ഥലരാശിയിൽ കഴിയുന്ന മലയാളിക്കും, ഏത് കാലഘട്ടത്തിൽ കഴിയുന്ന മലയാളിക്കും ഉയർത്തി കാണിക്കാവുന്ന ഒരു മാനിഫെസ്റ്റോ മലയാളത്തിന്, ഭാഷാ പ്രതിജ്ഞ മലയാളത്തിന് സംഭാവന നൽകിയ സാഹിത്യകാരനാണ്. അതേപോലെ നമ്മുടെ ഭാഷയ്ക്ക്, നമ്മുടെ സംസ്കാരത്തിന് നൽകിയ മഹത്തരമായ സംഭാവനകളുടെ നിരയിൽ തന്നെ പെടുന്നതാണ് തുഞ്ചൻ പറമ്പിനെ അദ്ദേഹം നവീകരിച്ച രീതി. തുഞ്ചൻ പറമ്പ് കേവലം ഒരു ഓഡിറ്റോറിയവും ഒരു മണ്ഡപവും മാത്രമായി പരിമിതപ്പെട്ടു നിന്നിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അതിനെ ഒരു വിശ്വസാഹിത്യ ഗവേഷണ കേന്ദ്രമാക്കി ഉയർത്തുന്നതിൽ അദ്ദേഹം വഹിച്ച നേതൃത്വപരമായ പങ്ക്. എനിക്കറിയാം, അദ്ദേഹത്തിന് ഈ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. ആ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അനുബന്ധമായി അദ്ദേഹത്തിന് കൈവന്ന തുക, ആ തുക അപ്പാടെ ഈ തുഞ്ചൻ പറമ്പിൻ്റെ നവീകരണത്തിന് വേണ്ടി അങ്ങ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഇത് ഉദ്ഘോഷിച്ചിട്ടൊന്നുമില്ല, എവിടെയും പത്രത്തിൽ കൊടുത്തിട്ടൊന്നുമില്ല, പരസ്യപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ തുക മാത്രമല്ല, അദ്ദേഹത്തിന് പിൽക്കാലത്ത് ലഭിച്ച പ്രധാനപ്പെട്ട അവാർഡുകളുടെ എല്ലാം തുക ഇതുപോലെ നമ്മുടെ ഭാഷയുടെ നവീകരണത്തിന്, ഭാഷയുടെ ശാക്തീകരണത്തിന് വേണ്ടി നീക്കിവെക്കുന്ന ഒരു രീതിയായിരുന്നു എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. അദ്ദേഹം ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പുരസ്കാരത്തുകയൊക്കെ നമ്മുടെ പോക്കറ്റിലിരിക്കട്ടെ എന്ന് കരുതുന്ന രീതി ആയിരുന്നില്ല, മറിച്ച് ഇങ്ങനെ നമ്മുടെ ഭാഷയുടെ ഒരു നവോത്ഥാനത്തിന് വേണ്ടി അത് ചെലവഴിക്കപ്പെടട്ടെ എന്ന് കരുതുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള എഴുത്തുകാരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്ന ഇടമാക്കി തുഞ്ചൻ പറമ്പിനെ വളർത്തിയത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള എഴുത്തുകാരനും വന്ന് താമസിച്ച് രചന നിർവഹിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് ഈ തുഞ്ചൻ പറമ്പിനെ ഉയർത്തിയത്. ലോക സാഹിത്യ മാപ്പ് എന്നൊന്നുണ്ടെങ്കിൽ അതിൽ അടയാളപ്പെടുത്തപ്പെടുന്ന കേന്ദ്രമായിട്ട് നമ്മുടെ ഭാഷാപിതാവിൻ്റെ സ്മരണയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേന്ദ്രത്തെ തുഞ്ചൻ പറമ്പിനെ അദ്ദേഹം ഉയർത്തിയത്. തീർച്ചയായും.